അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മക്കത്തെയും മദീനത്തിലെയും ഇടയിലുള്ളെങ്കിൽ ഒരു ജാഗ, അതായത് പർവ്വതത്ത് കൊണ്ട് നിറഞ്ഞെങ്കിൽ അതേപോലെ വിജനമായെങ്കിൽ ഒരു ജാഗയാണ്, ആരും ആൾ താമസമില്ലാത്തെങ്കിൽ ഒരു ജാഗ. ആ ജാഗക്ക് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു അതേപോലെ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു പോണ്ടത് ഒരാളെ തേടുകയായിട്ടാണ് പോണ്ടത്. അങ്ങനെ അവിടെ ഒരു ആട്ടിടണ, അതായത് ഒരു ആട് മേയ്ക്കറെങ്കിൽ ഒരാൾ കിട്ടും. അവിടെയാണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു നാണ് നബീരിൽ നിന്നിട്ടാണ് വന്നത്, അതായത് മദീനത്തിൽ നിന്നിട്ടാണ് വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാളെ തേടുകയായിട്ടാണ് ഇവിടെ കടത്തിയത്. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരാളെ നിങ്ങൾ ഇവിടെ കണ്ടാണ്ട് കേൾക്കും. അപ്പോൾ ആ ഒരു ആട് മേയ്ക്കറെങ്കിൽ താഴ്ചുള്ളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തേടറെങ്കിൽ ഒരാളൊന്നും ഈ ഒരു പ്രദേശത്തിലോ ഈ ഒരു ജാഗയിലൊന്നും ഇല്ല. എന്നാലും ഒരാൾ ഒരു ചിമ്മ അവിടെ ടൈം ആകുമ്പോൾ ഒരാൾ വന്നിട്ട് അയാൾ ഭയങ്കര അള്ളാഹുവിനെ കൊണ്ട് പേടിച്ചിട്ട് ഭയങ്കര ബുൾപുഡ്രങ്കെത്തി, അതേപോലെ മണ്ണെടുത്തിട്ട് തലക്കിട്ടിട്ട് ഇങ്ങനെ പേടിച്ചിട്ട് ബുൾപുഡ്രങ്കെത്ത ഒരാളുണ്ട്. ചിലപ്പോൾ അയാളായിട്ട് ഇന്നേണ്ട് കണ്ട് നിങ്ങൾ എന്താക്കോറും ഒരു തെല്ല് ചിമ്മ അവിടെ എടുത്തോളം കാക്കോറും ചൊല്ലും. അപ്പോൾ ആരായിരിക്കും ആ ഒരു മനുഷ്യൻ? എന്തിക്ക് ബേനായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാളെ തേടോക്ക് ബേനായിട്ട് കടത്തിയത്? ആ ഒരു ചരിത്രമായിട്ടേക്ക് ഉണ്ട്. ഞങ്ങൾ ഈ ഒരു വീഡിയോയിൽ എന്താക്കരുത് നോക്കൊണ്ടത്. മദീനയിൽ ഒരു പാവപ്പെട്ട ഒരു സ്വഹാബിയായിട്ട് ഇന്ന് ബഹുമാനപ്പെട്ട സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു. ഈ ഒരു സ്വഹാബി ചൊല്ലത് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖിദ്മത്ത് ചെയ്തുകൊണ്ടും അതേപോലെ ഇൽമു പഠിക്കുകയായിട്ട് ബന്ധങ്കത്തെ ഒരു സ്വഹാബിയാണ്. അപ്പോൾ ഈ ഒരു സ്വഹാബിയെ നോക്കുകയായിട്ട്, അതായത് ഈ ഒരു സ്വഹാബിക്ക് ഭക്ഷണം കാര്യം അതേപോലെ താമസവും കൊടുക്കുക, അതായത് കിടക്കുകയും പിടിക്കുകയുള്ള ഒരു അവം കൊടുക്കുകയായിട്ട് ആ ഒരു ബഹുമാനപ്പെട്ട മദീനയിലുള്ളെങ്കിൽ ഒരു അൻസാരിയായ ഒരു സ്വഹാബിട്ട് ഏൽപ്പിച്ച് കൊടുത്തു. അങ്ങനെ ഈ ഒരു അൻസാരി ഈ ബഹുമാനപ്പെട്ട ഈ ഒരു സ്വഹാബിനെ എന്താക്കിയത് ഏറ്റെടുത്തിട്ട് ആ ഒരു സ്വഹാബി റൗത്തിലാണ് എന്താക്കിയത് കിടപ്പാട്ടിയുണ്ടും അതേപോലെ ഭക്ഷണം കാര്യമാണ് കൊടുത്തോണ്ടിരുന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ട സഅലബ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ചിട്ട് റിട്ടേൺ ഔത്തുക ബണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ ഈ ഒരു മുതലാളിയായ അല്ലെങ്കിൽ ഈ ഒരു പൈസക്കാരനായ ഈ ഒരു അൻസാരിയായ സ്വഹാബിരെ ഔത്തിലുള്ളെങ്കിൽ സ്വർത്ത് ഒരു പെണ്ണ് ചൊന്നു കഴിഞ്ഞത് എങ്ങനെ ചൊന്നിട്ടുണ്ടെങ്കിൽ സ്വദീഖുൽ അഅമ, അതായത് ആരട്ടിക്ക് തൻ്റെ യജമാനായിട്ട് ചൊല്ലേ നിങ്ങളെ കണ്ണ് കാണാത്ത ആ ഒരു സ്വഹാബി അല്ലെങ്കിൽ നിങ്ങളെ കണ്ണ് കാണാത്ത ആ ഒരു ചങ്ങായി എന്താക്കിയിട്ടുണ്ടോ നിങ്ങൾ ഔത്തുക എന്തായിട്ടുണ്ടോ വന്നുകൊണ്ടുണ്ടാണ് ചൊല്ലത്. ഈ ചൊല്ലു കാരണം എന്തിനെ ചൊന്നേണ്ട് കണ്ടെങ്കിൽ സഅലബ റളിയല്ലാഹു അൻഹു കണ്ണ് കാണാത്തത് കൊണ്ടല്ല, സഅലബ റളിയല്ലാഹു അൻഹു നല്ല കണ്ണ് കാണും. പക്ഷെ ഈ ഒരു അൻസാരിയുടെ ഔത്തുലിന്നെങ്കത്തെ ആ ഒരു പെണ്ണ് ഇല്ലെങ്കിൽ ആ ഒരു സ്വറാക്കടങ്ങത്തെ പെണ്ണിന് മുഖത്ത് ആറ് നോക്കിയിട്ടില്ല ബഹുമാനപ്പെട്ട സഅലബ റളിയല്ലാഹു അൻഹു എന്താക്കിയിട്ടില്ല, നോക്കിയിട്ടില്ല. കാരണം കുറേ വർഷമായിട്ട് ആറ് ഔത്തുലുള്ള ഈ ഒരു അൻസാരിയായ സ്വഹാബിന് ഔത്തുൽ ആറുള്ള സഅലബ റളിയല്ലാഹു അൻഹു ഉള്ളത്. അങ്ങനെ ഒരു നാൾ ഈ ബഹുമാനപ്പെട്ട അൻസാരിക്ക്, അത് അൻസാരി റളിയല്ലാഹു അൻഹു, അതായത് ഈ ഒരു സ്വഹാബിക്ക് എന്തായിട്ട് ഒരു യാത്ര പോവേണ്ടി വന്നത്. അങ്ങനെ യാത്ര പോകേണ്ട സന്ദർഭത്തിൽ ആ ഒരു അൻസാരിയായ സ്വഹാബി സഅലബ റളിയല്ലാഹു അൻഹു ചൊന്നു, നാണ് ഒരു വലിയൊരു യാത്ര കാണാൻ എന്താക്കരുത് പോകേണ്ടത്, എന്നാൽ വരുമ്പോൾ കുറേ എന്താവും ലേറ്റാവും. അതുകൊണ്ട് നൻ്റെ ഈ ഔത്തിലുള്ള ഈ ഒരു സ്വത്തും അതേപോലെ ആവവും അതേ ഔത്തിലുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നീ എന്താക്കും നീ ഒരു നോക്കുന്നുണ്ട് ഏൽപ്പിച്ചിട്ട് ഈ ഒരു സ്വഹാബി എന്താക്കരുത് യാത്രയ്ക്ക് പോകണ്ടു. അങ്ങനെ യാത്രയ്ക്ക് പോയ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട സഅലബ റളിയല്ലാഹു അൻഹു ഈ ഒരു സ്വഹാബി ഔത്തിലാണ് ഇക്കറ്, ഈ അൻസാരിയായ സ്വഹാബി ഔത്തിലാണ് ഇക്കടും എല്ലാം കാര്യം ആക്കിക്കൊണ്ടാണ് ഇക്കറും. ഇങ്ങനെ ഇക്കടെ സന്ദർഭത്തിൽ ഔത്തിങ്ങനെ അയാൾ ഔത്തിൽ ഇങ്ങനെ കിടക്കിற സന്ദർഭത്തിൽ കിടന്നിട്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇബ്ലീസ് എന്താക്കണം ഒരു വസ്വാസാണ് ആക്കുന്നത്. ഇബ്ലീസ് വന്നിട്ട് ഒരു ഫിത്നാണ് ആരെ മനസ്സിലുണ്ടാക്കുന്നത്, ബഹുമാനപ്പെട്ട സഅലബ റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിലുണ്ടാക്കുന്നത്. അതായത് ഈ ഇബ്ലീസ് വന്നിട്ട് ചൊല്ലി എന്തിട്ട് ചൊന്നേണ്ട് കണ്ടെങ്കിൽ നീനിപ്പോൾ എന്തിലാണുള്ളത്, ഈ ഒരു സ്വഹാബിര ഔത്തിലാണുള്ളത്, നിനക്ക് കുറേ കാര്യം ഏൽപ്പിച്ചിട്ടാണ് പോയത്. അപ്പോൾ നിന്റെ ചങ്ങായിടെ, അതായത് ഈ ഒരു സ്വഹാബിരെ അൻസാരിയായ സ്വഹാബിരെ പെഞ്ഞായിട്ട് നീ നോക്കിരേണ്ട് കേൾക്കറ്, നീ ഇപ്പം ആ ഒരു പെഞ്ഞായിട്ട് നോക്കിരേ ഇല്ലല്ലേ. എങ്ങാനും ഈ ഒരു പെഞ്ഞായിട്ട്, അതായത് ഈ അൻസാരിയായ സ്വഹാബിരെ പെഞ്ഞായിരെ ആരെങ്കിലും ആൾക്കാർ വന്നിട്ട് തട്ടിക്കൊണ്ട് പോയെങ്ക, ഇല്ലെങ്കിൽ ഔത്ത് ഇങ്ങനെ എടുത്തുകൊണ്ട് പോയെങ്ക, ഇല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാർ
അതായത് ക്രൂരന്മാരായ ആൾക്കാർ എന്തെങ്കിലും വന്നിട്ട് കൊണ്ടുപോയെങ്ക നിക്ക് ആ ഒരു പെഞ്ഞേരെ നീ ഗൊന്താവാ, ഇയാളെ പെഞ്ഞയുടെ ഗൊന്താവാ, അങ്ങനെ നീ സംരക്ഷിച്ചിട്ട് ഇല്ലെങ്കിൽ അങ്ങനെ രക്ഷിച്ചിട്ട് നീ കൂട്ടിയ പറഞ്ഞല്ലേ. അപ്പോൾ ആ ഒരു പെഞ്ഞേരെ നീ നോക്കിയെങ്കല്ലേ എനിക്ക് ആ ഒരു പെണ്ണയുടെ നോക്കിയെങ്കല്ലേ നിക്ക് അയിമരെ രക്ഷിച്ചിട്ട് കൂട്ടിയ പറയുക അവിടെ ഇല്ലേ എന്നിട്ട് ഇബ്ലീസ് എന്താക്കി ഒരു വസ്വാസ് ആര് മനസ്സിൽ, ഒരു ഫിത്തന ആരെ മനസ്സിലാക്കി കൊടുത്താൽ ബഹുമാനപ്പെട്ട സാലബ റളിയല്ലാഹുവിനെ മനസ്സിലിട്ട് കൊടുത്താൽ. അപ്പോൾ സാലബ റളിയല്ലാഹുവിന് അതൊരു ഒരു മനസ്സിൽ വന്നു പോയിട്ട് അങ്ങനെ നേരെ ബഹുമാനപ്പെട്ട സാലബ റളിയല്ലാഹു എന്താക്കറ് അവർ ഔത്തുലുള്ളെങ്കത്തെ ആ ഒരു കിച്ചണിൽ ഇക്കടെങ്കത്തെ ബഹുമാനപ്പെട്ട ആ ഒരു സ്വഹാബിരെ, അൻസാരിയായ സ്വഹാബിരെ പിന്നേരെ പോയിട്ട് എന്താക്കറ് ഒരു പ്രാവശ്യം ഇങ്ങനെ നോക്കിടും. അപ്പോൾ ഒരു പ്രാവശ്യം നോക്കിയിട്ട് രണ്ടാമത്തെ പ്രാവശ്യം നോക്കിയിട്ട് മൂന്നാമത്തെ ഇങ്ങനെ പ്രാവശ്യം ഇങ്ങനെ നോക്കുന്ന സന്ദർഭത്തിൽ ആ ഒരു അൻസാരിയായ സ്വഹാബിയുടെ പെഞ്ഞായി ആ മഹദി എന്താക്കറ് ബഹുമാനപ്പെട്ട സാലബ റളിയല്ലാഹുവിൻ്റെ നോക്കറും. സാലബ റളിയല്ലാഹുവിൻ്റെ നോക്കിയതോടു കൂടി ആ ഒരു മഹദിക്ക് എന്തോട് ഭയങ്കര ആശ്ചര്യമാവും. മാത്രമല്ല ആ ഒരു സന്ദർഭത്തിൽ മഹദി ബഹുമാനപ്പെട്ട സാലബ റളിയല്ലാഹുവിൻ്റെ കേൾക്കറ്, അള്ളാഹുവിടെ നരകത്തെ പേടിക്കാണ്ട് നിക്ക് ഈ ഒരു ഹറാമാക്കോ, എങ്ങനെയാണ് നിക്ക് മനസ്സ് വന്ന് സാലബ, അതും നിൻ്റെ ഒരു മാപ്പിള ഇല്ലാത്ത സന്ദർഭത്തിലല്ലേ നീ ഒരു നിൻ്റെ ഈ ഒരു കിച്ചണിക്ക് വന്നത്, ഇത്രത്തോളം വരാത്ത നീന് ഇപ്പോൾ അള്ളാഹുവിടെ ആ ഒരു നരകത്തെ പേടിക്കാണ്ട് നീ ഇങ്ങനെ ആക്കല്ലേ, നീ ഒരു ഹറാം ആക്കല്ലേ സാലബ ആണ്ട് കേൾക്കറ്. ഈ ഒരു ചോദ്യ കേൾക്കലോട് കൂടി സാലബ റളിയല്ലാഹുവിൻ്റെ മനസ്സിക്ക് അത് വലിയ ഒരു ചെടിയിൽ ഒരു മിന്ന് പൂണ്ട പോലെ, ചെടിയിൽ അടിച്ച പോലെ അയാൾ മനസ്സ് കടിച്ചു പോയിത്തോ. അപ്പമേ ബഹുമാനപ്പെട്ട സാലബ റളിയല്ലാഹുവിനെ തലക്ക് കൈവച്ചിട്ട് അള്ളാഹു ഇങ്ങനെ പേടിച്ചു പോയിട്ട്, അതായത് അള്ളാഹുവിടെ ആ ഒരു നരകത്തെ പേടിക്കാണ്ട് ഒരു ഇത്ര വലിയൊരു ഹറാമല്ലെന്നാണ് ആക്കിയതുകൊണ്ടാണ് ആരെ പേടിക്കരുത് ബഹുമാനപ്പെട്ട സാലബ റളിയല്ലാഹുവിനെ എന്താക്കരുത് പേടിക്കരുത്. പിന്നെ ഒന്നും നോക്കില്ല, സാലബ റളിയല്ലാഹുവിനെ ആ ഔത്ത് വിട്ടിട്ട് ഓടിപ്പോണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ണുക കാണാത്തതുപോലെ ആ ഒരു പ്രദേശത്തിൽ ഇല്ലാണ്ട് മക്കത്തെയും മദീനത്തിലുള്ളെങ്കിൽ ഒരു വിജനമായ പ്ലേസ്, അതായത് ആരും ഇല്ലാത്തെങ്കിൽ ഒരു പ്രദേശം, അതായത് പർവ്വത ഉള്ളേ ഗുഹ ഉള്ളെങ്കിൽ ആ ഒരു പ്ലേസ് കാണാൻ ആറ് പോണ്ടത് ബഹുമാനപ്പെട്ട സാലബ റളിയല്ലാഹു അൻഹു പോണ്ടത്. ഇതേ രൂപത്തിൽ ഈ സാലബ റളിയല്ലാഹു പിന്നൊരു രൂപത്തിലും ചരിത്രം ചൊല്ലും. അതായത് ഈ പെണ്ണുങ്ങൾ നോക്കിയത് ചൊല്ലത് ഇങ്ങനെയുള്ള ഒരു സ്വഹാബി റൗത്തുലല്ല മരിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഒരു കാര്യത്തിക്ക് കടത്തിയ സന്ദർഭത്തിൽ പോണ്ട സന്ദർഭത്തിൽ ഒരു ആവശ്യത്തിനായിട്ട് പോണ്ട സന്ദർഭത്തിൽ ഒരു അൻസാരിയായ സ്വഹാബിരെ ഔത്തുല് ഒരു പെണ്ണിങ്ങനെ ഇങ്ങനെ അറിയാതെ ഇങ്ങനെ കണ്ടുപോയിട്ട് ഈ ഒരു പേടി വന്നതും ചൊല്ലും. ഏതായാലും ഇങ്ങനെ ഒരു പെണ്ണിടെ നോക്കി എന്നുള്ള ആ ഒരു പേടിയിൽ ബഹുമാനപ്പെട്ട സാലബ റളിയല്ലാഹു എന്താക്കുന്നതാണ് ഓടിപ്പോണ്ടതാണ്. അങ്ങനെ ഈ ഒരു സ്വഹാബി, അതായത് ഈ അൻസാരിയായ സ്വഹാബി കുറേ നാൾ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 40 നാൾ കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു യാത്ര കഴിഞ്ഞിട്ട് എവിടേക്ക് ബണ്ട് ഈ ഒരു മദീനത്തേക്ക് ബണ്ട്. അങ്ങനെ മദീനത്ത് ബണ്ട് സന്ദർഭത്തിൽ എല്ലാ ആൾക്കാരും അങ്ങനെ ഒരു ആൾക്കാർ, അതായത് ഇഷ്ടമുള്ള ആൾക്കാരെ ഒരു യാത്ര കഴിഞ്ഞ് വന്ന് സ്വീകരിക്കുക ആൾക്കാർ പോകണ്ട. പക്ഷേ ആറ് പോയില്ല, ഈ ഒരു സ്വഹാബിര്, ഈ ഒരു അൻസാരിയ സ്വഹാബിരെ സ്വീകരിക്കുക ആറ് പോയില്ല, സാലബ റളിയല്ലാഹു പോയിട്ടില്ല. അപ്പോൾ ഈ ഒരു അൻസാരിയ സ്വഹാബികയത്ത് എല്ലാവരും അങ്ങനെ ആൾക്കാരെ കൂട്ടിയ പോണ കേട്ട് ബന്ധറല്ലേ നണ്ട് കൂട്ടിയ പോണ എന്ത് സാലബ റളിയല്ലാഹു ബറാത്തതിൻ്റെ ഒരു ചിന്ത ബന്ധ. അങ്ങനെ നേരെ ഈ ഒരു സ്വഹാബി ഔത്ത് വന്നിട്ടാകുമ്പോൾ ഈ പെഞ്ഞായി ചൊല്ലി ഇങ്ങനത്തെ സംഭവം എല്ലാം നടന്നിട്ടാണ് ചൊല്ലുക. അപ്പോൾ ഈ അൻസാരിയ സ്വഹാബി എന്താക്കുന്നത് നേരെ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ടപ്പോണ്ട് പോയിട്ട് ചൊല്ലും, നബിയെ ഇങ്ങനെ സംഭവം നടന്നിട്ട് അങ്ങനെ സാലബ റളിയല്ലാഹു കാണിലുണ്ടല്ലോ വിഷയം ചൊല്ലും. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താക്കുന്നത് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിൻ്റെയും അതേപോലെ സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹുവിൻ്റെയും വിളിച്ചു ചൊല്ലും, നിങ്ങൾ പോയിട്ട് എന്താക്കണം സാലബ റളിയല്ലാഹു തേടിയുണ്ട് പറഞ്ഞു. അങ്ങനെ മദീന ഫുള്ളായിട്ട് ആര് തേടർ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവും സൽമാൻ ഫാരിസ് റളിയല്ലാഹുവും തേടർ. എവിടും എന്താവില്ല സാലബ റളിയല്ലാഹു കിട്ടില്ല. അങ്ങനെ പിന്നെ മക്കത്തും പോയിടും, അവിടെ മക്കത്തിലും തേടിച്ചുള്ളൂ, അവിടെ മക്കത്തിലും ആരെ കാണില്ല ബഹുമാനപ്പെട്ട സാലബ റളിയല്ലാഹു കാണില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വന്നിട്ടുള്ള നബിയെ ഞങ്ങൾ എല്ലാം മൊത്തം തേടി, പക്ഷെ ആരെ കാണില്ല ബഹുമാനപ്പെട്ട സാലബ റളിയല്ലാഹു കാണില്ല ചൊല്ലും. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലെ മക്കവും മദീനത്തെയും ഇടയിലുള്ള അത് മക്കം മദീനത്തെ ഇടയിലുള്ള ഒരു പ്ലേസ് ഉണ്ട്, അത് വിജനമായ പ്ലേസ്, ആൾമാർ ആരും പോകണ്ടില്ല, അങ്ങനത്തെ ഒരു പ്ലേസ് ഉണ്ട്, അവിടെ പോയിട്ട് തേടൂരു ചൊല്ലും. അങ്ങനെ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിനും സാലബ റളിയല്ലാഹുവിനും ആ ഒരു പ്രദേശത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നെങ്കിൽ ആ ഒരു പ്രദേശത്തേക്കാണ് പോകേണ്ടത്. ഇതൊരു 40 നാൾ കഴിഞ്ഞിട്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അങ്ങനെ അവിടെ ആ ഒരു പ്രദേശത്ത് പോയ സന്ദർഭത്തിൽ അവിടെ തേടിയിട്ടും ആരെ കാണ്ടില്ല. അപ്പോഴാണ് ഒരു ആളെ കണ്ടത്, അതായത് ഒരു ആട് മേയ്ക്കറെങ്കിലത്തെ ഒരാളിലാണ് അവിടെ അവിടെ കണ്ടത്.
അങ്ങനെ ആട് മേയ്ക്കർ ആളട്ടിಗೆ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു കേക്കർ എന്നങ്ങ മദീനത്തെ വന്ന ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളെ കടത്തിയ ഒരാളാണ്. ഒരാളിവിടെ ഇങ്ങനത്തെ ഏതെങ്കിലും ഒരാളെ നിങ്ങൾ കണ്ടാറാണ്ട് കേക്കർ. അപ്പോഴാണ് ആ ഒരു എന്തൊരു ആട് മേയ്ക്കറെങ്കിൽ ആൾ ചൊല്ലിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ തേടറെങ്കിത്തെ ഇല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അന്വേഷിക്കുക ചൊന്നെങ്കിത്തെ ഒരാൾ ഇവിടെയില്ല. ഈ ഒരു പ്രദേശത്തിൽ ഞങ്ങളോടൊന്നും എന്താക്കിയിട്ടില്ല, കണ്ടിട്ടില്ല. അത്ര ഒരു വലിയ ആളൊന്നും ഈ ഒരു പ്രദേശത്തിലില്ല. പിന്നെ ഒരാളുണ്ട്, നിങ്ങൾ തേട്ടർ അയാളാണ് ഗൊന്തില്ല, പക്ഷെ ഒരാളുണ്ട്. അയാൾ എന്തൊരു ചൊന്നുണ്ട് കണ്ടെങ്കിൽ ഒരു മഗരീബ് ഇല്ലെങ്കിൽ ജാവ അവിടെ സന്ദർഭത്തിൽ ഏതമാ ഒരു ഗുഹയിൽ നിന്നിട്ട് എന്ത് ഇയാൾ ബണ്ടിന് മാത്രമല്ല ഒരു ചൊല്ലത് ഒരു പിരാന്തനെ പോലത്തെ ഒരാളാണ്. ആ ഒരു രൂപം ഇല്ലെങ്കിൽ ഒരാളാണ്. പക്ഷെ അയാൾ എന്താക്കി ചൊന്നെങ്കിൽ മണ്ണെല്ലാം എടുത്തിട്ട് എന്താക്കുക തലയ്ക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഇന്ദ്രമാ ഇങ്ങനെ ചൊന്നുകൊണ്ടിരിക്കുക. അതായത് അള്ളാഹുടെ നരകത്തെ പേടിക്കാത്ത മനുഷ്യ ഇങ്ങനെ ഉള്ള ചൊന്നുകൊണ്ടിരിക്കുക. അയാളാണോ നിങ്ങൾ തേടരേണ്ട കണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കണം കുറേ നേരം കൂടെ എന്താക്കണം നിങ്ങൾ ദഹിക്കേണ്ടി വരും. അങ്ങനെ കുറേ നേരം ദഹിച്ചേണ്ട കണ്ടെങ്കിൽ ഒരു നല്ലോണം ജാവ് അവിടെ സന്ദർഭത്തിൽ നല്ലോണം ചിമ്മ അവിടെ സന്ദർഭത്തിൽ ആ ഒരു മനുഷ്യൻ എന്താക്കും നിങ്ങൾ കാണും ചൊല്ലും. അങ്ങനെ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുനും അതേപോലെ സൽമാൻ ഫാരിസ് റളിയല്ലാഹു എന്താക്കുക കുറേ നേരം അവിടെ വെയിറ്റ് ആക്കുക. അങ്ങനെ ജാവായ സന്ദർഭത്തിൽ എന്താക്കിയത് ഏതോ ഒരു ഗുഹയിൽ നിന്നിട്ട് ബഹുമാനപ്പെട്ട സാലബ റളിയല്ലാഹു അൻഹു എന്താക്കുക ബണ്ട്. അങ്ങനെ സാലബ റളിയല്ലാഹു അൻഹു ബണ്ട് ഇങ്ങനെ ചൊന്നുകൊണ്ട് കണ്ടെങ്കിൽ കീഴിലുള്ള ആ ഒരു പൊയ്യര അല്ലെങ്കിൽ കയ്യിലുള്ള മണ്ണിടെ തലക്കിട്ടിട്ട് ഇങ്ങനെ ചൊന്നുകൊണ്ട് അള്ളാഹുടെ നരകത്തെ പേടിക്കാണ്ട് ഹറാം ചെയ്ത മനുഷ്യ ഇല്ല ഹറാം ചെയ്ത കണ്ണേ നിക്ക് എങ്ങനെ ഈ ഒരു ഹറാം ചെയ്യുക നിക്ക് മനസ്സ് ബന്ത് അങ്ങനെ ഹറാമാക്കും നിക്ക് മനസ്സ് ബന്ത് ഇങ്ങനെ ജോറി ഇങ്ങനെ അട്ടഹസിച്ചിട്ട് ഇങ്ങനെ ഉൾപ്പെട്ടുകൊണ്ട് മണ്ണെടുത്തിട്ട് ഇങ്ങനെ തലക്കിട്ടുകൊണ്ട് ഇങ്ങനെ പേടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സാലബ റളിയല്ലാഹു അൻഹു എന്താക്കി ഉൾപ്പെട്ടുകൊണ്ടുണ്ട്. അങ്ങനെ ഇത് കണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഇതേയാണ് ആവർത്തിച്ചുകൊണ്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു നേരെ ബഹുമാനപ്പെട്ട സാലബ റളിയല്ലാഹു അൻഹു മുട്ട പോണ്ട്. അങ്ങനെ സാലബ റളിയല്ലാഹു അൻഹു മുട്ട പേടിച്ചുകൊള്ളുന്നതാണ് ഉമർ റളിയല്ലാഹു അൻഹു ഉമറാണ്. അതേപോലെ ഇത് സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു ആണ്. ഞങ്ങൾ മദീനത്താണ് വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങൾ എന്താക്കും കൂട്ടിക്കൊണ്ട് പോണ കാണാൻ വന്നത്. ഈ ഒരു സന്ദർഭത്തിൽ സാലബ റളിയല്ലാഹുവിൻ്റെ ഒരു രൂപ ചൊല്ലത് അതായത് തിന്നോന്ന് തിന്നാണ്ടും ഒരു മെലിഞ്ഞിട്ട് വല്ലാത്ത ഒരു രൂപത്തിലാണ് ആറുള്ളത് ബഹുമാനപ്പെട്ട സാലബ റളിയല്ലാഹുവിനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നു നിങ്ങൾ കൂട്ടിയോണ്ടി ഓടുക മദീനത്ത് പറഞ്ഞോണ്ട് ചൊന്നു അത് കാരണം ഞങ്ങൾ വന്നതെന്ന് ചൊന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട സാലബ റളിയല്ലാഹു ചൊല്ലു നാണ് ബണ്ടില്ല മദീനത്ത് നക്ക് നബിര് നോക്കുക എന്തില്ല മനസ്സില്ല നക്ക് നബിര് നോക്കു മനസ്സിലുണ്ടല്ല നക്ക് നബിര് നോക്കുക ആവില്ല. അതായത് ഈ ഹറാമാക്കിയ കണ്ണുകൊണ്ടിട്ട് ഇല്ലെങ്കിൽ ചെറിയൊരു ഹറാമ് നോക്കി ഈ കണ്ണുകൊണ്ടിട്ടു ആ പരിശുദ്ധമായ ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോക്കുന്നുണ്ട് സാധ്യമില്ല എന്ന് ചൊല്ലു. അങ്ങനെ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു ചൊല്ലു നിന്റെ വിളിക്കുന്നത് ആരാണ്? അള്ളാഹുവിൻ്റെ റസൂലാണ്. അപ്പോൾ അള്ളാഹുടെ റസൂല് വിളിച്ചാണ് കണ്ടും പോവാണ്ടിരിക്കുന്നത് സമയല്ലല്ലേ സാലബാൻ ചൊല്ലും. അങ്ങനെ ഈ ഒരു സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ ചൊന്നത് കൊണ്ടിട്ട് മനസ്സ് മാറിയിട്ട് സാലബ റളിയല്ലാഹു അൻഹു ചൊല്ലും ഓക്കെ ഞാൻ എന്താക്കുക മദീനത്തേക്ക് ബണ്ട, പക്ഷെ ചെറിയൊരു നിബന്ധന ഉണ്ട് ഞാൻ മദീനത്ത് ബണ്ടേണ്ട കണ്ടെങ്കിൽ അതായത് നൻ്റെ ഊടിന് നിങ്ങൾ കൂട്ടിക്കൊണ്ട് പോകേണ്ടത് എങ്ങനെ ചൊന്നുണ്ടെങ്കിൽ നൻ്റെ രണ്ട് കാലുകൾ നിങ്ങൾ എന്താക്കണം സങ്കല കെട്ടണം ഇല്ല ബല്ലി കെട്ടണം. ഇങ്ങനെ കെട്ടിയിട്ട് ഈ ഒരു മരുഭൂമിയിൽ നണ്ട് എന്താക്കണം ബലിച്ചോണ്ടാണ് നിങ്ങൾ മദീനത്തേക്ക് പോകേണ്ടത്. അതേപോലെ നൻ്റെ മുഖ തിരിച്ചിട്ടാണ് ബേക്കണം. അതായത് ഈ ഭൂമിയിലുള്ള എനിക്കത്തെ കല്ലും മണ്ണും എന്താവണം ഈ ഒരു മുഖ ഗീറിയിട്ട് പോകണം. പക്ഷേ ഈ ഒരു കണ്ണ് കൊണ്ടിട്ട് അതായത് ഈ ഹറാമായ കണ്ണ് കൊണ്ടിട്ട് എന്താവണം ഫുള്ളായിട്ട് നൻ്റെ മുഖം ഗീറിയിട്ട് പോകണം. അത് എനിക്ക് എൻ്റെ ഹറാമാക്കിയ കണ്ണല്ലേ, ഹറാമ് നോക്കിയ കണ്ണല്ലേ, ചെറിയൊരു ഹറാമ് നോക്കിയ കണ്ണ് കൊണ്ടിട്ട് നക്കി. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ആര് ചൊല്ലെ സാലബ റളിയല്ലാഹു അൻഹു ചൊല്ലെ. പക്ഷേ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഒരു തന്ത്രജ്ഞനായ ആളായത് കൊണ്ടും എങ്ങനെയും ആക്കിയിട്ട് എന്താക്കരുത് ബഹുമാനപ്പെട്ട സാലബ റളിയല്ലാഹു അൻഹുയോട് കൂട്ടിയോ പോകണ്ട മദീനത്തേക്ക് കൂട്ടിയോ പോകണ്ട. അങ്ങനെ മദീനത്ത് കൂട്ടിപ്പോയ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട സാലബ റളിയല്ലാഹു അൻഹു എന്താക്കില്ല പള്ളിക്ക് പത്തോ കേൾക്കില്ല. അതായത് മദീനത്ത് പള്ളിക്ക് പത്തോ കേൾക്കില്ല. സാലബ റളിയല്ലാഹു അൻഹു ചൊല്ലും നാണ് മദീനത്ത് പള്ളിക്ക് എന്താവില്ല പത്തില്ല. പക്ഷെ മദീനത്ത് പള്ളിക്ക് ആ 10 കണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരത്തേക്ക് കൈ കെട്ടിയാൽ പിന്നെ അതായത് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു ഇഖാമത്ത് കൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈ കെട്ടിയാൽ പിന്നമേ നാണ് യോടക പണ്ടത്രേ ആ ഒരു പള്ളിയുടെ 10 എത്രയും ചൊല്ല്. അങ്ങനെ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു കോപ്പർ അങ്ങനെ ബഹുമാനപ്പെട്ട സാലബ റളിയല്ലാഹു അൻഹു പള്ളിയുടെ പുറത്താണിക്കട്. അങ്ങനെ ഇഷാ സന്ദർഭത്തിലാണ് ഇഷാര ടൈമാണ് ബഹുമാനപ്പെട്ട സാലബ റളിയല്ലാഹു അൻഹു അതേപോലെ ഉമർ റളിയല്ലാഹു അൻഹു യോടക എത്ര പള്ളിക്ക് എത്ര. അങ്ങനെ പള്ളിക്ക് എത്തിയിട്ട് ബഹുമാനപ്പെട്ട ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരത്ത് കൈ കെട്ടിത്തു. അങ്ങനെ കൈ കെട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായിട്ട് ഓതുന്ന സൂറത്ത് എതിർച്ചൊന്നും കണ്ടെങ്കിൽ
മുസമ്മിൽ സൂറത്താണ് ആറ് ഓതരുത് ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതരുത്. അങ്ങനെ അതിൽ നിന്നിട്ട് ഏകദേശം 12-13 പോണാൽ ഈ ഒരു ആയത്ത് ഓതിയ സന്ദർഭത്തിൽ ആ ഒരു ആയത്ത് ചൊല്ലത് നരകത്തെ കുറിച്ച് കിട്ടും, അതിലെ ശിക്ഷയെ കുറിച്ച് കിട്ടും, അതുപോലെ ഖിയാമത്ത് നാളിനെ കുറിച്ചിട്ടാണ് വിവരിക്കുന്നത്. ഇത് കേൾക്കലോട് കൂടി ബഹുമാനപ്പെട്ട സഅലബ റളിയല്ലാഹു അൻഹു ബോധക്ഷമായിട്ട് എന്താണ് ബോൾഡതാണ്. ആ ഒരു ആയത്ത് ചൊല്ലത് ഇന്നലദൈന അങ്കാലും വജഹീമ ആ തുടങ്ങുന്ന ഒരു ആയത്താണ് ഓതരുത്. ഇത് കേൾക്കലോടുകൂടെയാണ് എന്താ അവിടുത്തെ ബഹുമാനപ്പെട്ട സഅലബ റളിയല്ലാഹു അൻഹു തല തിരിഞ്ഞിട്ട് ബോൾഡത്. ഇത് ബോധം ഇല്ലാതായിട്ടാണ് പോണ്ടത്. അങ്ങനെ നിസ്കാറെല്ലാം കഴിഞ്ഞാൽ പിന്നെ ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താക്കറ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു കേൾക്കറ് എവിടുണ്ടോ സഅലബ റളിയല്ലാഹു അൻഹു കേൾക്കണം. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലത് അവിടെ ഉണ്ട് നബിയെ ബോധം ബഹുമാനപ്പെട്ടവർക്ക് എന്തില്ല ബോധം ഇല്ല എന്നിട്ടാണ് ചൊല്ലത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ട് ആറ് ഇതാക്കരുത് ബഹുമാനപ്പെട്ട സഅലബ റളിയല്ലാഹു അൻഹു വന്നിരുത്. അങ്ങനെ ആയുധലാക്കിയിട്ട് വിളിച്ചിട്ടാകുമ്പോൾ ബഹുമാനപ്പെട്ട സഅലബ റളിയല്ലാഹു അൻഹു ചൊല്ലു നബിയെ നിങ്ങൾ എന്താക്കണ്ട നണ്ട് നിങ്ങൾ തൊടണ്ട നബിയെ, കാരണം ഹറാമ് കണ്ടെങ്കത്ത് ഈ ഒരു കണ്ണുകൊണ്ടിട്ട് നിങ്ങൾ നോക്കുക അർഹതയില്ല നബിയേട്ടാണ് ആര് ചൊല്ലത് ബഹുമാനപ്പെട്ട സഅലബ റളിയല്ലാഹു അൻഹു ചൊല്ലും. പിന്നെ സഅലബ റളിയല്ലാഹു അൻഹു കേൾക്കുന്നത് നബിയെ ഞാൻ ഇത്ര വലിയ തെറ്റ് ചെയ്തത് വലിയ തെറ്റാണ് ഞാൻ ചെയ്തത്, അതുകൊണ്ട് നബിയെ നക്ക് തോബ കിട്ടുമോ നബിയെ, നൻ്റെ അള്ളാഹു പൊരുത്തപ്പെട്ട് തരുമോ നബിയേട്ടാണ് കേൾക്കുന്നത്. ആ സന്ദർഭത്തിൽ ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. ഈ ഒരു ഇതിനെ നീ എന്താക്ക് ചൊല്ലു എന്നിട്ടാണ് ആര് ചൊല്ലത് ബഹുമാനപ്പെട്ട ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു. ഇതിൽ നീ എന്താക്ക് ഈ ഒരു ദിക്ർ നീ എന്താക്ക് ആവർത്തിച്ചുകൊണ്ട് നീ എന്താക്ക് ചൊല്ലുകൊണ്ടാണ് ചൊല്ലത്. ഏത് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. ഈ ഒരു ദിക്ർ നീ എന്താക്ക് ജാസ്തിയായിട്ട് ചൊല്ലുകൊണ്ടാണ് ചൊല്ലത്. അങ്ങനെ ബഹുമാനപ്പെട്ട സഅലബ റളിയല്ലാഹു അൻഹു എന്താക്ക് ഔത്തുക പോണ്ട്. അങ്ങനെ സഅലബ റളിയല്ലാഹു അൻഹു ഔത്തുക പോയാൽ പിന്നെ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനത്തെ പള്ളിയിലുള്ളെങ്കിൽ ആ ഒരു ജമാഅത്ത് ആരെ കാണില്ല സഅലബ റളിയല്ലാഹു അൻഹു എന്താക്കില്ല കാണില്ല. അപ്പോൾ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതായിട്ട് എന്തേ സഅലബ ഇന്നും വന്നിട്ടില്ല ജമാഅത്ത് കൊണ്ട് ബണ്ട കാണില്ല എന്നിട്ടാണ് നോക്കുന്നത്. അങ്ങനെ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഅലബ റളിയല്ലാഹു അൻഹു ഔത്തുക പോണ്ടത്. അങ്ങനെ സഅലബ റളിയല്ലാഹു അൻഹു ഔത്തുപിച്ച് പോയിട്ട് നോക്കുമ്പോഴാണ് കൊന്താട് സഅലബ റളിയല്ലാഹു അൻഹു എന്തായിട്ടുണ്ട് രോഗം വന്നിട്ടുണ്ട്. അതായത് ഇതിൽ പിന്നെ ഭയങ്കര രോഗമാണ് ആർക്ക് വേണ്ടത് സഅലബ റളിയല്ലാഹു അൻഹുക്ക് വേണ്ടത്. അങ്ങനെ സഅലബ റളിയല്ലാഹു അൻഹു ഔത്തുക്ക് പോയിട്ട് ഈ ഒരു സന്ദർഭത്തിൽ പോണ്ട സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോണ്ട സന്ദർഭത്തിൽ സഅലബ റളിയല്ലാഹു അൻഹു സക്കറാത്തിലെ ആ ഒരു സമയത്താണ് പോണ്ടത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയിട്ട് സഅലബ റളിയല്ലാഹു അൻഹു തല എടുത്തിട്ട് എന്താക്കര് ആ ഒരു മടിയിൽ എന്താക്കര് വെയ്ക്കര്. അപ്പോഴാണ് സഅലബ റളിയല്ലാഹു അൻഹു പെട്ടെന്ന് ആ തലയുടെ എന്താക്കരുത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മടിയിൽ നിന്നിട്ട് ആ തലയുടെ എന്താക്കരുത് മാറ്റരുത്, അതിന് അവിടെ നിന്ന് എടുത്തിട്ട് ചൊല്ലു നബിയെ നിങ്ങൾ ഈ പരിശുദ്ധമായ ആ ഒരു മടിയിൽ ഈ ഒരു തല വയ്ക്കേണ്ട നബിയെ, കാരണം ഏറ്റവും വലിയ തപ്പ് ചെയ്തെങ്കിൽ ഏറ്റവും വലിയ ഒരു ദോഷം ചെയ്തെങ്കിലത്തെ ഒരു ആളാണ് നബി, അതായത് ഏറ്റവും വലിയ ഒരു ഹറാമ് കണ്ടെങ്കിലത്തെ കണ്ണുള്ള ഒരു തലയാണ് നബിയെ, ഈ തല നിങ്ങൾ ആ പരിശുദ്ധമായ മടിയിലൊന്ന് വയ്ക്കേണ്ട നബി എന്നാണ് ആര് ചൊല്ലത് ബഹുമാനപ്പെട്ട സഅലബ റളിയല്ലാഹു അൻഹു ചൊല്ലുക. ആ സന്ദർഭത്തിലാണ് ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുക സഅലബ നീ എന്താക്കണ്ട പേടിക്കണ്ട സഅലബ, നിന്റെ തൗബത്തെ എന്താക്കിരും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താക്കിരും സ്വീകരിച്ചത്, നിന്റെ അള്ളാഹു എന്താക്കിരും പൊരുത്തപ്പെട്ടത് എന്നിട്ട് നീ ചെയ്ത തെറ്റിന് അള്ളാഹു എന്താക്കിരും പൊരുത്തപ്പെട്ട് നിക്ക് തൗബ ഉണ്ടുണ്ടാണ് ആര് ചൊല്ലത് ബഹുമാനപ്പെട്ട ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുക. ഇത് കേൾക്കലോട് കൂടി ബഹുമാനപ്പെട്ട സഅലബ റളിയല്ലാഹു അൻഹു കണ്ട സന്തോഷത്തോടെ പിന്നെ ആ ഒരു ഇതിലായിട്ട് ആ ഒരു തൗബ സ്വീകരിച്ചതിൽ പിന്നെ ബഹുമാനപ്പെട്ട സഅലബ റളിയല്ലാഹു അൻഹു എന്താ അവിടുതാണ് വഫാത്ത് അവിടുതാണ്. ഈ ഒരു ബജാറിലൂടെ ഇന്നെങ്കിലത്തെ സഅലബ റളിയല്ലാഹു അൻഹു ഏറ്റവും വലിയ സന്തോഷമാണ് കിട്ടിയത് ആരകം സഅലബ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഈ സഅലബ റളിയല്ലാഹു അൻഹുരെ മയ്യത്ത് പരിപാലനയും അതേപോലെ കുലിപ്പാട്ടലും കബറടക്കലും ഈ എല്ലാ സന്ദർഭത്തിൽ ആരാണ് ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താക്കുക മുൻതൂക്കം കൊടുക്കുക. അങ്ങനെ ബഹുമാനപ്പെട്ട സഅലബ റളിയല്ലാഹുവിൻ്റെ ആ ഒരു ശരീരത്തെ ഇല്ലെങ്കിൽ ആ ഒരു മയ്യത്തിനെ ഖബറുക എടുത്തു പോകേണ്ട സന്ദർഭത്തിൽ ഖബറുക അടക്കു കൊണ്ടുപോകേണ്ട സന്ദർഭത്തിൽ ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊമ്പ ബെറിൽ വെച്ചിട്ടാണ് പോയിട്ടുള്ളത്. അതായത് വലിയൊരു റഷായിട്ട് ഇന്ന ഒരു മയ്യത്ത് പരിപാലനം ഇല്ലെങ്കിൽ റഷായിട്ട് വന്ന ആൾക്കാരുടെ ഇടയിൽ എങ്ങനെയാണോ ഒരു ആൾക്കാർ പോകേണ്ടത്, അതായത് ആൾമാർ തിക്കും തിരക്കിയിട്ട് പോകേണ്ട ഒരു സന്ദർഭത്തിൽ കൊമ്പ ബെറിൽ വെച്ചുകൊണ്ടാണ് ആറ് ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയിട്ടുള്ളത്. ഈ സന്ദർഭത്തിൽ സ്വഹാബിങ്ങ കേൾക്കറ അല്ല നബിയെ നിങ്ങൾ എന്ത് ഇങ്ങനെ നടന്നോ പോയിട്ടുള്ളത്
ആ സന്ദർഭത്തിൽ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലും, ഈ ഒരു സഅലബ റളിയല്ലാഹു അൻഹു അത് ഇത്രക്കും ഒരു തൗബ ചെയ്തെങ്കിൽ ഈ ഒരു സഅലബ റളിയല്ലാഹു അൻഹുരെ സ്വീകരിക്കുക ഇല്ലെങ്കിൽ ഈ ഒരു ഖബർ അടുക്കൽ ഈ ഒരു ഇതിൽ ജനവാലയിൽ ആറും വന്നിരാറ് അള്ളാഹുവിൻ്റെ എത്ര ലക്ഷക്കട്ടിൽ ആയിരക്കട്ടിൽ ഇത് മലായിക്കന്മാർ ഈ ഒരു ഇത് വന്നിരാറ് അങ്ങ് പോണുക അങ്ങ് ബണ്ട് കൊണ്ടിട്ട് അങ്ങ് സൈഡ് ഉള്ളത് കൊണ്ട് നടക്കുക ആയിട്ടില്ല. അപ്പോൾ ഈ ഒരു ബഹുമാനപ്പെട്ട സഅലബ റളിയല്ലാഹു അൻഹു അത്രക്കും വലിയൊരു അംഗീകാരമാണ് എന്തായത് ഈ ഒരു ഇതിൽ കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ ശ്രദ്ധിക്കണായ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം ഒരു ചെറിയൊരു തപ്പ് കൊണ്ടുപോയിട്ടും ചെറിയ ആക്കിയ ഒരു തപ്പ് കൊണ്ടുപോയിട്ടാണ് ബഹുമാനപ്പെട്ട സഅലബ റളിയല്ലാഹു അൻഹു ഇത്രക്കും എന്തായത് ഖേദം പ്രകടിപ്പിച്ചത്, തൗബ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ചിന്തിക്കണ കാര്യം ഞങ്ങൾ ജീവിതത്തിൽ എത്രമാ തപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്, പക്ഷേ ഞങ്ങൾ എന്താക്കലില്ല, തൗബ ചെയ്യലില്ല. പക്ഷേ ബഹുമാനപ്പെട്ട സഅലബ റളിയല്ലാഹു അൻഹു ഞങ്ങളെ കണ്ണിൽ ചിലപ്പോൾ അത് ചെറിയ തപ്പായിട്ടാണ് കണ്ടിട്ടുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട സഅലബ റളിയല്ലാഹു അൻഹു കണ്ണുക ഏറ്റവും വലിയ ഒരു എന്താണ് തപ്പായിട്ടാണ് ബഹുമാനപ്പെട്ട സഅലബ റളിയല്ലാഹു അൻഹു കണ്ടത്. അപ്പോൾ ഈ ഒരു തിങ്കൾ ചൊല്ലത് ബഹുമാനപ്പെട്ട ഈ ഒരു റമളാൻ തിങ്കൾ ചൊല്ലത് തൗബയ്ക്കുള്ളവരും എന്ത് തിങ്കളും കൂടിയാണ്. അപ്പോൾ ഞങ്ങാക്കിയ തപ്പുറം ഞങ്ങൾ എന്താക്കിയ അള്ളാഹുലേക്ക് പൊരുത്തം കേൾക്കുക, തൗബ ചെയ്യുക. ഇൻഷാ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗബത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ്, തൗബത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ ഞങ്ങൾ എല്ലാ ദോഷങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താക്കട്ടെ പൊരുത്തപ്പെട്ട് തരട്ടെ, ആമീൻ ചൊന്തും. ഇത്രയായിട്ട് ഈ ഒരു ചരിത്രം ചൊല്ലത് അള്ളാഹു ബണ്ട നാളിൽ പുതിയൊരു ചരിത്രമായിട്ട് ബണ്ട അത്രത്തോളം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.